ഹായ് ഡിയേഴ്സ്, അപ്പം ഇന്ന് നമ്മളൊരു ഫേസ് പാക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കല്യാണ സീസണൊക്കെയാണ്, അപ്പോൾ ഒരുപാട് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു ഫേഷ്യലൊന്നും നമ്മൾക്കുണ്ടാവില്ല. അതുകൊണ്ട് മുഖത്തൊക്കെ ഫുള്ളും കുത്തും കോമയൊക്കെ വന്നിട്ടുണ്ട്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇന്നിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള സാധനമാണ്, ഒന്നും പുറത്ത് ആവശ്യം വരില്ല. അപ്പോൾ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫീൻ്റെ ചെറിയ പാക്കറ്റ് 2 രൂപേൻ്റെ 4 രൂപേൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അത് കലക്കാനൊരു കോപ്പയും കൂടി വേണം. അതിൽ നമ്മൾ കോഫി പൗഡർ പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചത് മിക്സ് ചെയ്യേണ്ട ആവശ്യത്തിലുള്ള തൈരും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മുടെ എല്ലാവരും അടുക്കളയിലും ഉണ്ടാകുന്ന മഞ്ഞൾപ്പൊടിയും കൂടി ഒരു 2 നുള്ളും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് ആദ്യം എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്ത് അങ്ങനെ ആയി വരും, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് മൂക്കത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ ഒരു പഴയ ഡ്രസ്സ് എടുത്തിട്ടോ, കാരണം മൊത്തം കൊളാവും. പഴയ ഡ്രസ്സ് എടുത്തിരുന്നതാണ് നല്ലത്. ഇതിപ്പോൾ പഴയതാണ്, അല്ലെങ്കിൽ ഒരു ടവലോ എന്തെങ്കിലും ഇവിടെ ഒന്നും ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്തിട്ട് ഇതിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഫേസിന് താഴ്ന്ന മുകളിലേക്കായിട്ട് അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഫേസിൽ മാത്രമല്ല കഴുത്തിൽ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഫേസും കഴുത്തും വേറെ വേറെ കളർ പോലെ ഉണ്ടാവും. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. കുറച്ച് നേരം വെക്കണം, ഒരു 20 മിനിറ്റ് മിനിമം വെക്കണം. അപ്പോൾ ഞാനിത് ഫേസിൽ ഫുള്ളായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കഴുത്തിലും അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ബാക്കി ഉണ്ടായപ്പോൾ അത് കയ്യിലും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മൊത്തത്തിലൊന്ന് ഗ്ലോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് നമുക്കിങ്ങനെ വയ്ക്കാം. നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മുകളിലേക്ക് തന്നെ ഇതിങ്ങനെ കൈ കൊണ്ട് മുകളിലേക്ക് തന്നെ അങ്ങനെ ഉരച്ച് തന്നെ വേണം ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. നോർമൽ വാട്ടർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് ഡ്രൈ ആയി വരുന്നുണ്ട്. കൈൻ്റെ ഞാൻ നേരത്തെ കഴുകി കളഞ്ഞു, കാരണം എനിക്ക് മൊബൈൽ ഓഫ് ആക്കുമ്പോൾ മൊബൈലിൽ കാപ്പിപ്പൊടിയൊക്കെ ആകുന്നതുകൊണ്ട് ഞാൻ കൈൻ്റെ ഫസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇവിടെയൊക്കെ ഡ്രൈ ആയി വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് ഇതാണല്ലോ. അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ഗ്ലോ ഒക്കെ ഉണ്ടോ എന്തോ നമുക്ക് നോക്കാം. അപ്പം ഫേഷ്യലും കാര്യമൊക്കെ ഫുള്ളും ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് നമ്മളെ ഹോം മെയ്ഡ് മെത്തേഡ്സ് തന്നെ എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ കൈയൊക്കെ ചെറിയൊരു തിളക്കൊക്കെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം നമുക്ക് ബാക്കി മുഖവും കൂടി തിളങ്ങുമോ നമുക്ക് നോക്കാം. ഞാൻ മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ പതുക്കെ വെള്ളം ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നോക്കാം. ഒരു തിളക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുഖത്ത് ഈ അഴുക്ക് കടിഞ്ഞു കൂടി അതൊക്കെ ഒന്ന് പോയി കുറച്ച് സോഫ്റ്റ് ആയ പോലെയും തോന്നുന്നുണ്ട് തൊട്ട് നോക്കുമ്പോൾ. അപ്പം എല്ലാവർക്കും ഈസിക്ക് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഒരു തിളക്കം കിട്ടണമെന്ന് വെച്ച് തോന്നിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. എല്ലാ ഐറ്റംസും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, കോഫി ഉണ്ടാവും, എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ഒരു സ്പൂണിട്ടൊന്ന് ഇളക്കി മുഖത്തേക്ക് ആക്കി കൊടുത്ത് സൂപ്പറായിട്ട് നല്ല ഏത് ഫംഗ്ഷനായാലും അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റും. ഇനി ഫംഗ്ഷൻ തന്നെ പോകണമെന്നില്ല, വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് സുന്ദരിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ ഇത് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുഖം നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് അടങ്ങി പോയി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.